ചെന്നൈയിൽ മലയാളി യുവതി അതുല്യ ജീവനൊടുക്കിയ സംഭവത്തിൽ ഭർത്താവിനെതിരെ കേസെടുത്ത് പോലീസ്. കൊലപാതക കുറ്റം, സ്ത്രീധന നിരോധന നിയമം, ആത്മഹത്യാ പ്രേരണ കുറ്റം തുടങ്ങി വിവിധ വകുപ്പുകൾ പ്രകാരമാണ് ഭർത്താവ് സതീഷിനെതിരെ ചവറ തെക്കുഭാഗം പോലീസ് കേസെടുത്തത്. അതും പോയി ഞാനും പോകുന്നു എന്ന് അതുല്യയുടെ മരണത്തിന് തൊട്ടു പിന്നാലെ സതീഷ് ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. കാർത്തികപ്പള്ളിയിൽ സ്കൂൾ കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നു വീണു. കാർത്തികപ്പള്ളി UP സ്കൂളിന്റെ കെട്ടിടത്തിന്റെ മേൽക്കൂരയാണ് തകർന്നത്. ഇന്ന് രാവിലെയാണ് സംഭവം. ശക്തമായ മഴയിൽ മേൽക്കൂര തകർന്നു വീഴുകയായിരുന്നു. കെട്ടിടത്തിന് ഫിറ്റ്നസ് ഇല്ലെന്നാണ് വിവരം. അവധി ദിവസമായതിനാലാണ് വൻ അപകടം ഒഴിവായത്. പഴയങ്ങാടി ചെമ്പലക്കുണ്ട് പാലത്തിൽ നിന്ന് പുഴയിലേക്ക് ചാടിയ യുവതിക്ക് ദാരുണാന്ത്യം. മകനെയും എടുത്തായിരുന്നു യുവതി ചാടിയത്. മരണത്തിന് ഉത്തരവാദി ഭർത്താവും ഭർത്താവിന്റെ മാതാവുമാണെന്ന വാട്സാപ്പ് സന്ദേശം പോലീസിന് ലഭിച്ചു. കുഞ്ഞിനു വേണ്ടിയുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ്. 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂൾ മാനേജ്മെന്റിനെതിരെയും കേസ്. ശാസ്താംകോട്ട പോലീസാണ് കേസെടുത്തത്. സ്കൂൾ മാനേജർ, മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവരും പ്രതികളാകും. നെടുമങ്ങാട് യുവാവ് ഷോക്കേറ്റ് മരിച്ചു. പനയമുട്ടം സ്വദേശി 19കാരനായ അക്ഷയാണ് മരിച്ചത്. റോട്ടിൽ വീണ് കിടന്ന വൈദ്യുതി ലൈനിൽ നിന്നും ഷോക്കേൽക്കുകയായിരുന്നു. മരമൊടിഞ്ഞ പോസ്റ്റിൽ വീണതിനെ തുടർന്ന് വൈദ്യുതി ലൈൻ റോട്ടിൽ പൊട്ടി വീണ് കിടന്നതാണ് അപകട കാരണം. സ്കൂൾ വിദ്യാർത്ഥികളുടെ പഠന സമയം മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ചർച്ച നടത്തും. ബുധനാഴ്ച വൈകിട്ട് 3 മണിക്കാണ് ചർച്ച. വിവിധ സംഘടനകളുമായി ചേർന്ന് വിഷയത്തിൽ തീരുമാനമെടുക്കാനാണ് സർക്കാർ തീരുമാനം. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്കെതിരെ നടത്തിയ പരാമർശത്തിൽ കേസെടുക്കാൻ വെല്ലുവിളിച്ച് SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. വർഗീയത പരത്തുന്നതിന് എനിക്കെതിരെ കേസെടുത്തോളൂവെന്നാണ് വെള്ളാപ്പള്ളിയുടെ വെല്ലുവിളി. താനാണോ ഇവിടെ വർഗീയത പരത്തുന്നതെന്നും തന്റെ സമുദായത്തിന് വേണ്ടിയാണ് സംസാരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ധർമ്മസ്ഥല കേസ് പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കും. SIT രൂപീകരിച്ചതായി ഉത്തരവിറക്കി കർണാടക സർക്കാർ. 4 അംഗ അന്വേഷണ സംഘത്തെയാണ് ശുചീകരണ തൊഴിലാളികളുടെ വെളിപ്പെടുത്തൽ സമഗ്രമായി അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. പ്രണവ് മോക്തി IPS ആണ് SIT തലവൻ. 20 വർഷത്തെ പ്രാർത്ഥനകളുടെയും പ്രത്യാശകളുടെയും കാത്തിരിപ്പ് ബാക്കിയാക്കിക്കൊണ്ട് സൗദിയിലെ ഉറങ്ങുന്ന രാജകുമാരൻ അന്തരിച്ചു. 2005 16-ാം വയസ്സിൽ UK സൈനിക സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു വാഹനാപകടത്തിലാണ് അൽവാലിദ് ബിൻ ഖലീദ് തലാലിന്റെ തലച്ചോറിന് ക്ഷതമേൽക്കുകയും കോമയിലാവുകയും ചെയ്തത്. റഷ്യയിൽ ഭൂചലന പരമ്പര. 1 മണിക്കൂറിനിടെ 5 ഭൂചലനങ്ങൾ ഉണ്ടായി. റിക്ടർ സ്കെയിലിൽ 7.4 തീവ്രത രേഖപ്പെടുത്തി. പ്രദേശത്ത് അധികൃതർ സുനാമി മുന്നറിയിപ്പ് നൽകി. റഷ്യയുടെ കിഴക്കൻ മേഖലകളിലാണ് ഭൂചലനമുണ്ടായത്. വിയറ്റ്നാമിൽ വിനോദസഞ്ചാര ബോട്ട് മറിഞ്ഞ് 34 പേർ മരിച്ചു. പ്രശസ്ത വിനോദസഞ്ചാര കേന്ദ്രമായ ഹലോങ് ബേയിലാണ് അപകടം നടന്നത്. മോശം കാലാവസ്ഥയെ തുടർന്നാണ് ബോട്ട് മറിഞ്ഞത്. അപകടത്തിൽ നിരവധി പേരെ കാണാതായതായും റിപ്പോർട്ടുണ്ട്.